ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാഗം കിച്ചൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ഒരു ചോറ്, തേങ്ങ വെച്ചിട്ടുള്ളൊരു ചോറാണ്. അടിപൊളി ടേസ്റ്റാണ്, ലഞ്ച് റെസിപ്പിയാണ്, കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റിയതാണ്. അതിനായി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം: തേങ്ങ ചിരണ്ടി വെച്ചത് 1 കപ്പ്, സവാള, പച്ചമുളക്, ഉഴുന്നുപരിപ്പ്, പരിപ്പ്, കറിവേപ്പില ഇതെല്ലാം എടുത്തിട്ടുണ്ട്. പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ നമുക്ക് ആവശ്യത്തിനായ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ചോറ്, ഒരു 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. നമുക്കതിനായിട്ട് പാൻ അടുപ്പത്ത് വെക്കുക. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ ചൂടായിട്ടുണ്ട് പാൻ. അപ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുന്നു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ കേട്ടോ. വെളിച്ചെണ്ണ നമുക്ക് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് മറ്റുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടട്ടെ. കടുക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു നോക്കട്ടെ. കടുക് നന്നായി പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ റെസിപ്പി നമ്മൾ സ്കൂളുകളിലൊക്കെ കൊടുത്തു വിടാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരു ദിവസമെങ്കിലും. നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് കൊടുക്കുന്നു. പരിപ്പ്, ഉഴുന്നുപരിപ്പ്, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നു. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നല്ലൊരു കളറിൽ ഡിഫറെൻ്റ് ആവുന്നത് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു വെറൈറ്റി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. ഇപ്പോൾ കളർ മാറി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് സവാള അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുന്നു. അതിന് ശേഷം തേങ്ങ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നു. നമുക്ക് വേണമെങ്കിൽ തേങ്ങ ചോറിന് ശേഷം ഓപ്ഷൻ ഇതാണ്. അപ്പോൾ അതിന് ശേഷം വേണമെങ്കിൽ ഇടാം. ഏറ്റവും ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്, നമ്മളിങ്ങനെ ചെയ്തതിന് ശേഷം തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുന്നു. അപ്പോഴാണ് അതിനോട് ചേർന്നൊരു ടേസ്റ്റ് വരുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. കുട്ടികളൊക്കെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇവർ അത് കഴിച്ചോളും. ബാലൻസ് വെക്കാതെ തന്നെ ഫുള്ള് കഴിച്ചോളും. നമുക്ക് കായപ്പൊടി ഉണ്ടെങ്കിൽ കായപ്പൊടി കുറച്ചിട്ട് കൊടുക്കും. അതിന് ശേഷം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചോറ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ചോറിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് സമയം ഇരുന്ന് ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ ഈ തേങ്ങാച്ചോറ് സൂപ്പർ ടേസ്റ്റിയാണ്. നമുക്ക് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. ഇത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കലം ചോറ് വേണമെങ്കിൽ ഇത് ഫുള്ള് നമുക്ക് കഴിച്ചെടുക്കാം. അപ്പോൾ തേങ്ങാച്ചോറ് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, അടിപൊളി. ഞാൻ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കി ഒന്ന് നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ, കമൻറ്റ്സ് അറിയിക്കൂ. നല്ല ടേസ്റ്റാണ്. താങ്ക് യു സോ മച്ച്.